പോകുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മൊഡ്യൂൾ 1 ആണ്. അതായത് ഈ ഒരു മൊഡ്യൂൾ 1 നമ്മൾ നമ്പർ സിസ്റ്റംസ് ആണ് കൂടുതലും ഡീൽ ചെയ്യുന്നത്. അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റംസ്, ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ കൺവേർഷൻസ്. നമുക്കറിയാം ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. കാരണം ഇപ്പം ഒട്ടുമിക്ക കാര്യങ്ങളും ഡിജിറ്റൽ കൺവേർഷൻ വഴി അല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. കാരണം ഈ അനലോഗ് സിഗ്നൽസിനുള്ള അതിന്റെ ഒരു കൺവേർഷന്റെ ബുദ്ധിമുട്ട്, കാരണം അതിൽ കുറെ നോയ്സ് വരുന്നുണ്ട്, കുറെ ആംപ്ലിഫിക്കേഷൻസ് വരുമ്പോൾ അത് കുറെ സപ്രഷൻസ് കാരണം കുറെ നോയ്സ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം മൂലം ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ഇമ്പോർട്ടൻസ് പണ്ട് തൊട്ട് തന്നെ ഓൾമോസ്റ്റ് 1970-80 മുതൽ തന്നെ ലോകം ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി വരുന്ന ഒരു മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം നമുക്കറിയാം. പിന്നെ അത് കൂടാതെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റംസ്, ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് ബൈനറി സിഗ്നൽസ് ആണ് ഡീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സിസ്റ്റത്തിനോ അല്ലെങ്കിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനോ അത് എഫിഷ്യന്റ് അല്ല. അതൊരു ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങും അതിനേക്കാളും ഇതായിട്ട് അത് സേവ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നൊരു വിഭാഗം തന്നെ ഉടലെടുത്ത് വന്നത്. അപ്പൊ ഈ നമ്പർ സിസ്റ്റംസ് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്? അതായത് ഫസ്റ്റ് ബൈനറി നമ്പർ സിസ്റ്റം. നമുക്ക് നമ്മുടെ ട്രാൻസിസ്റ്റർ, നമ്മൾ ഈ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഓഫ് ഓൺ സിഗ്നൽ അത് വെച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഓഫ് ആയിരിക്കുമ്പോൾ നമുക്ക് അതിനെ 0 എന്ന് റെപ്രസെന്റ് ചെയ്യാനും ഓൺ ആയിരിക്കുമ്പോൾ 1 എന്ന് റെപ്രസെന്റ് ചെയ്യാനും പറ്റും ഇഫ് ഇറ്റ് ഈസ് an NPN ട്രാൻസിസ്റ്റർ. അതുപോലെ PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ നമുക്ക് 0 എന്നത് ഓൺ എന്നും 1 അത് ഓഫ് ആയിട്ടും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിഗ്നൽ കമ്പ്യൂട്ടർ സിസ്റ്റംസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്യൂട്ട്സ് വഴിയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിജിറ്റലായിട്ട് കിട്ടണം. അപ്പൊ കിട്ടിയാലേ നമുക്ക് സിഗ്നൽസ് എഫിഷ്യന്റ് ആയിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ശാഖ തന്നെ വന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നോക്കാം ഈ നമ്പർ സിസ്റ്റംസ്. നമുക്ക് നോക്കാം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഫോം ദ ബാക്ക് ബോൺ ഓഫ് മെനി ഡിവൈസസ് വി യൂസ് ഡെയിലി. അതായത് നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈല്, TV, അതുപോലെ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പ്, ക്യാമറ എന്ന് വേണ്ട ഇതെല്ലാം ഡിജിറ്റൽ ആയിട്ട് തന്നെയാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് ഇതിന്റെ പുറകിൽ ബേസ് ആയിട്ട് വരുന്നത്. എനേബിളിംഗ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടിംഗ് ആൻഡ് ഓട്ടോമേഷൻ. കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ടെലിഫോൺ, മൊബൈല് എക്സെട്ര. ആൻഡ് കമ്പ്യൂട്ടിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റേഴ്സ്. നമുക്കറിയാം അതിൽ ഡിജിറ്റൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, അതിന്റെ സ്ക്രീനിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ ആയിട്ടാണ് അതിന്റെ നമ്പേഴ്സ് റെപ്രസെന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ എന്ന് പറയുന്നതിൽ തന്നെ ഏറ്റവും ചെറിയ ഉദാഹരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ട്രാഫിക് സിഗ്നൽസ് ആണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആവുന്നു, അതുപോലെ യെല്ലോ ആവുന്നു, ഗ്രീൻ ആവുന്നു, ഇതെല്ലാം ഒരു ഓട്ടോമേഷന്റെ ഭാഗം തന്നെയാണ്. അതൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അത് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തി ലാസ്റ്റിൽ ഒരു റോബോട്ടിക് പ്രോസസ്സ് തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. നിങ്ങളിപ്പോ ഒരു ബാങ്കിന്റെ സൈറ്റിൽ കയറിയാലും നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ചാറ്റ് ബോട്ട് ഇങ്ങനെ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് അതിൽ വേണ്ടുന്ന ക്വറീസ് ഇടാം, അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. അതൊരു ഓട്ടോമേറ്റഡ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്കറിയാം AI വളർച്ച. അതായത് ചാറ്റ് GPT നിങ്ങൾ എന്ത് ക്വറി ഇട്ടാലും നിങ്ങൾക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത് തന്നെ ഒരു നീണ്ട ഒരു essay ആയിരിക്കും. അപ്പൊ ഇതെല്ലാം ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ഭാഗമായിട്ട് തുടരെ വന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ്. കാരണം ഇതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതോറും നമുക്ക് കൂടുതൽ പുതിയ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് തന്നെ നമ്പർ സിസ്റ്റംസ് ആണ്. നമ്പർ സിസ്റ്റംസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. അത്
ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ബൈനറിയിലേക്കും ഒക്ടയിലേക്കും ഹെക്സാഡെസിമലിലേക്കും കൺവേർട്ട് ചെയ്യുന്നതും പിന്നെ അത് തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് അത് കൺവേർഷൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്? Digital electronics refers to the circuits that operate using discrete values. സീറോസും വൺസും ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ കൂടുതൽ പഠിക്കുന്നതും നമ്മൾ റെഫർ ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂസ് സിഗ്നൽസ് നമുക്കറിയാം, നമുക്ക് വേറെ അനലോഗ് സർക്യൂട്ട്സ് ടോപ്പിക് ഉണ്ട്, കൂടാതെ ഇലക്ട്രോണിക് ഡിവൈസ് സർക്യൂട്ട്സ് എന്ന ടോപ്പിക് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അനലോഗ് സിഗ്നൽസിനെയാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസിനെയാണ് ഡീൽ ചെയ്യുന്നത്. ദിസ് അലോസ് ഫോർ മോർ റിലയബിൾ ആൻഡ് എഫിഷ്യന്റ് പ്രോസസിംഗ് ഓഫ് ഇൻഫർമേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സാധാരണ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു സിഗ്നൽ, ഒരു നോയിസ് ആയിട്ടായിരിക്കും നമ്മൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിനെ ഒരു ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എന്നുള്ള രീതിയിലായിരിക്കും കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇതൊരു എഫിഷ്യന്റ് പ്രോസസിംഗ് ഓഫ് ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് അതായത് നോയ്സ് മാറി നിങ്ങൾക്ക് ഒരു എഫിഷ്യന്റ് പ്രോസസിംഗ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു നമ്പർ സിസ്റ്റംസ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും പഠിക്കാൻ പോകുന്നത് ലോജിക് ഗേറ്റ്സിനെ കുറിച്ചാണ്. അതായത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ ഡിജിറ്റൽ സർക്യൂട്ട്സ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്, കൗണ്ടർ എന്താണ്, അതിനെ കുറിച്ചായിരിക്കും കൂടുതൽ പഠിക്കാൻ പോവുക. മൈക്രോ കൺട്രോളേഴ്സ് നമ്മൾ പഠിക്കും, അതായത് 8085, 8086 അതെല്ലാം നിങ്ങൾ ഓൾറെഡി ബിടെക്കിന് പഠിച്ചു കാണും. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നതായിരിക്കും. പിന്നെ മെമ്മറി, അതായത് സ്റ്റോറേജ്. നമ്മൾ മെമ്മറി എന്തുകൊണ്ട് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ടെക് സേവി ആയിട്ടുള്ള ആളല്ല, എന്നാലും നമുക്ക് പറയാം ഇപ്പൊ ഒരു മൊബൈലിന്റെ മെമ്മറി ഇത്ര GB ആണ്, അല്ലെങ്കിൽ ഇതിന്റെ റാം ഇത്ര GB ആണ്. അപ്പോൾ ഇതിന്റെ ഈ ഓരോ വർഷം കഴിയും തോറും ഒരു മൊബൈലിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം ഒരു 2 ടെറാബൈറ്റ് സ്റ്റോറേജ് ഉള്ള ഒരു സാധനം അടുത്ത വർഷം തന്നെ 4 ടെറാബൈറ്റ് ആവും, അതിന്റെ അടുത്ത വർഷം അത് വീണ്ടും കൂടും. അപ്പൊ ഈ മെമ്മറി എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ഗവേഷണം നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റംസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഓൾറെഡി ബിടെക്കിലൊക്കെ പഠിച്ചു കാണും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബൈനറി. അത് വളരെ സിമ്പിൾ ആണ്, കാരണം ബേസ് 2 ആണ്. ബൈനറി എന്ന് പറയുമ്പോൾ തന്നെ അതില് 0s and 1s ആണ് വരുന്നത്. പിന്നെ ഒക്ടൽ, അതായത് ബേസ് 8 ആണ് വരുന്നത്. ബേസ് 8 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 0, 1, 2 തൊട്ട് 7 വരെ വരും. ഡെസിമൽ എന്ന് പറയുമ്പോൾ 0, 1, 2, 3 എക്സെട്ര ടു 9 വരെ വരും. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് നമ്മൾ നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. കാരണം എന്തെങ്കിലും അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റംസ് ആണ്. പക്ഷെ കമ്പ്യൂട്ടർ പ്രോസസ്സിംഗിൽ വരുമ്പോൾ നമ്മൾ ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ബൈനറി അല്ലെങ്കിൽ ഒക്ടൽ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ എഫിഷ്യന്റ് പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ, അതായത് ഇത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0s and 1s ആയിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷനെ പ്രോസസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്കറിയാം ഓൾറെഡി ഈ ബൈനറി എന്ന് പറയുന്നത് നമുക്ക് ബേസ് 2 ആണ്, അതായത് 0s and 1s ആണ്. ഒക്ടൽ എന്ന് പറയുന്നത് 0 to 7 ആണ്. ഡെസിമൽ എന്ന് പറയുന്നത് 0 to 9 ആണ്. ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് 0 to 9 and A to F ആണ്. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. പിന്നെ 10 എന്ന് പറയുന്നതിന് നമ്മൾ A ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. 11 എന്ന് പറയുന്നത് B ആണ്. 12 C ആണ്. 13 D ആണ്.
14E ആണ്, 15F ആണ്. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ അതുപോലത്തെ കോഡ്സിലൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ 0 to 9, അത് കഴിയുമ്പോൾ 10 തൊട്ട് 15 വരെ നമ്മൾ A to F ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബൈനറി നമ്പർ സിസ്റ്റം അതൊരു ബേസ് 2 സിസ്റ്റം ആണ്. ബേസ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് ഡിജിറ്റ്സ് 0 and 1, ഈ ഡിജിറ്റ്സ് മാത്രമേ വരത്തുള്ളൂ. That uses only 2 digits, 0 and 1. It's the foundation of digital electronics as computers use binary to process and store data. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സിഗ്നൽ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ് ആണെങ്കിലും അതിനെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ സിഗ്നൽ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സീറോസും വൺസുമായിട്ടായിരിക്കും കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. Understanding binary is essential for programming, circuit design and data representation. For binary number system, നേരത്തെ പറഞ്ഞ പോലെ ബേസ് 2 ആണ്, ഡിജിറ്റ്സ് യൂസ്ഡ് 0, 1 ആണ്. It is used by almost all modern computers and computer-based devices because it's സ്ട്രേറ്റ് ഫോർവേഡ് ടു ഇംപ്ലിമെന്റ് വിത്ത് ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ട്. നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരുപാട് ഡേറ്റ നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടി വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു 32 ബിറ്റ് ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഇമേജ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂമൻ ബ്രെയിനോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ മൈൻഡിനോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും പാടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഒക്ടൽ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബൈനറി നമ്പർ സിസ്റ്റംസിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു കുറഞ്ഞു വരുന്നത്. കാരണം ബൈനറി നമ്പർ സിസ്റ്റത്തിന് നമുക്ക് ഒക്ടലോ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ആയിട്ടോ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനും അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഡെസിമൽ നമ്പർ സിസ്റ്റം, ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ആണ്. നമുക്കറിയാം ബേസ് 10 ആണ്, ഡിജിറ്റ്സ് യൂസ്ഡ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതാണ് സ്റ്റാൻഡേർഡ് സിസ്റ്റം ഫോർ ഡിനോട്ടിംഗ് ഇന്റിജർ ആൻഡ് നോൺ ഇന്റിജർ നമ്പേഴ്സ്. നമുക്കറിയാം, ഇത് കൂടുതൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഇതിന്റെ പ്ലേസ് വാല്യൂ ദാറ്റ് ഇസ് എ പവർ ഓഫ് 10. നമുക്ക് ഏതൊരു നമ്പർ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിലും, ഫോർ എക്സാമ്പിൾ 325 എന്ന ഒരു ഡെസിമൽ നമ്പറിനെ നമുക്ക് 3 into 10⁻², plus 2 into 10⁻1, plus 5 into 10⁻0. ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്പർ കൺവേർഷൻസ് ആണ്. അതായത് ഒരു ഡെസിമൽ നമ്പർ കിട്ടിയാൽ നമുക്കതിനെ എങ്ങനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ബൈനറിയെ എങ്ങനെ കിട്ടിയാൽ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ എക്സാംസിന്, ഫോർ എക്സാമ്പിൾ ഈ പോളിടെക്നിക് ലെക്ചറിന്റെ എക്സാംസിനൊക്കെ നമ്പർ സിസ്റ്റംസിന്റെ ക്വസ്റ്റ്യൻസും വരാം. അപ്പൊ അതിന് കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലത്തെ കൺവേർഷൻസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 440 എന്ന് പറയുന്ന ഒരു നമ്പർ ആണെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 220. വീണ്ടും ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 110 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 55 കിട്ടും. 2, 27. അതായത് ഇതിന്റെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ എന്ന് വരുന്നത് നമ്മൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. 220 into 2 440 വരും. അതിന്റെ റിമൈൻഡർ ആയിട്ട് വരുന്നത് 0 ആയിരിക്കും.
ഇത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ക്വോഷ്യന്റ് 110 കിട്ടും. റിമൈൻഡർ ആയിട്ട് വരുന്നത് 0 ആയിരിക്കും. ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 55 വരും. ഇത് 0 ആയിരിക്കും. 55നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 27 ആണ് ക്വോഷ്യന്റ് വരുന്നത്. അത് നമുക്ക് 1 ആയിരിക്കും റിമൈൻഡർ. കാരണം 27 into 2 54 ആണ്. 55 മൈനസ് 54 നമുക്ക് 1 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 1 നമ്മൾ എടുത്തെഴുതും. അതുപോലെ 27നെ നമ്മൾ വീണ്ടും ബൈ 2 ചെയ്യുമ്പോൾ 13 into 2 26 ആണ്. 27 മൈനസ് 26 ചെയ്യുമ്പോൾ 1 വരുന്നു. ഇതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 വരും. 6 into 2 12 ആണ്. 13 മൈനസ് 12 1 വരും. വീണ്ടും ബൈ 2 ചെയ്യുന്നു. 3 വരുന്നു. 0 വരും. വീണ്ടും 2 ചെയ്യുന്നു. ഇവിടെ 1 വരും ക്വോഷ്യന്റ്. റിമൈൻഡർ ഇത് 1 വരും. അപ്പൊ നമുക്ക് 440യെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതിനെ മുകളിലേക്ക് റെപ്രസെന്റ് ചെയ്യും. റിവേഴ്സ് ഓർഡറിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ താഴെ 1 1 0 1 1 1 0 0 0 to the base 2. ഇങ്ങനെയായിരിക്കും നമ്മൾ 440യെ റെപ്രസെന്റ് ചെയ്യുന്നത്. 440 ഒന്നുകൂടെ പറയാം. 440 എന്ന ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് 440 നമ്പർ എഴുതുക, ബൈ 2 ചെയ്യുന്നു. 220 നമുക്ക് ക്വോഷ്യന്റ് കിട്ടുന്നു. ഇതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. വീണ്ടും ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. ഇതിന്റെ ക്വോഷ്യന്റ് എന്ന് പറയുന്നത് 110 ആണ്. റിമൈൻഡർ 0 വരുന്നു. 110നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 55 വരും. റിമൈൻഡർ 0 വരും. വീണ്ടും ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. 27 വരുന്നു. റിമൈൻഡർ 1 ആയിരിക്കും. ബൈ 2 13 into 2 26. 27 മൈനസ് 26 1 വരും. വീണ്ടും ഡിവൈഡഡ് ബൈ 2 6 വരും ക്വോഷ്യന്റ്. 13 മൈനസ് 12 1 വരും. വീണ്ടും ഡിവൈഡഡ് ബൈ 2 ക്വോഷ്യന്റ് 3. റിമൈൻഡർ 0 വരും. ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. അത് 1 കിട്ടുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ഫുൾ കഴിയുമ്പോൾ നമ്മൾ റിവേഴ്സ് ഓർഡറിലായിരിക്കും ഇതിന്റെ ആൻസർ എഴുതുക. അതായത് ഇവിടെ താഴെ 1 ആയിരിക്കും വരിക. 1 1 0 1 1 1 0 0 0. നമുക്ക് ഇത് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് ഇതിനെ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ എക്സാമിന്റെ സമയത്ത് ഇത് ശരിയാണോ, ഇങ്ങനൊരു ഒരു ആൻസർ ഒരു ഓപ്ഷൻ ആയിട്ട് തരികയാണെങ്കിൽ ഇത് ശരിയാണോ എന്നുള്ളത് നമുക്കിത് തിരിച്ച് ജസ്റ്റ് കൺവേർട്ട് ചെയ്ത് നോക്കാം സമയം കൊണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ച് കാണും ഇതൊക്കെ. ഈ 0നെ ഇൻറ്റു 2⁻0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ 2⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ 2⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ 2⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2⁻4 2⁻5 2⁻6 2⁻7 2⁻8. അപ്പൊ ഇത് 1 into 2⁻8 പ്ലസ് 1 into 2⁻7 പ്ലസ് 0 into 2⁻6. അത് എഴുതേണ്ട കാര്യമില്ല, അതെന്തായാലും 0 ആയിരിക്കും. പ്ലസ് 1 into 2⁻5 പ്ലസ് 1 into 2⁻4 പ്ലസ് 1 into 2⁻3 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0. അപ്പൊ ഈ ഒരു ആൻസർ നമുക്ക് എന്തായാലും 440 ആയിരിക്കും കിട്ടുക. അതായത് ഇങ്ങനൊരു ഓപ്ഷൻ ആൻസറിൽ ഉണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇതിനെ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 0 into 2⁻0 2⁻1 അങ്ങനെ 2⁻8 കിട്ടുന്നവരെ ഇത് ഇൻറ്റു ചെയ്യുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 440 എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുക, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ.